ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു അൺഎസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ് കേട്ടോ. അപ്പം ഇന്ന് ഭയങ്കര നല്ല മഴയായിരുന്നു, ഭയങ്കര കോസി വൈബാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഡൈൻമൈ ലൈഫ് എടുത്തപ്പോൾ നല്ല മഴയായിരുന്നു. ഈ ഡൈൻമൈ ലൈഫ് എടുത്തപ്പോഴും, ഡൈൻമൈ ലൈഫ് അല്ല, ഒരു ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ എടുത്തപ്പോഴും ഭയങ്കര മഴക്കാറും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പം സമയം 4:30 ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി പ്രതീക്ഷിച്ചാൽ മതി, കാരണം ലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സൺലൈറ്റ് എന്നുള്ള ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെറുതായിട്ടുള്ളൊരു മങ്ങലുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കബോർഡ്സാണ് കാണിക്കുന്നത്, ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞുകൊണ്ടുള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയിരുന്നില്ലല്ലോ. അങ്ങനെ ഞാനും ഒരു കള്ളി ക്ലീനാക്കി, 2 കള്ളി ക്ലീനാക്കിയിട്ടുണ്ട്, ഇനി ബാക്കി കിടക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ തിരൂർ പോയ സമയത്ത് മേടിച്ചതാണ്, അടിപൊളിയാണ്. തിരൂർ മാർക്കറ്റ് ഉണ്ടാവില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐസ്. അപ്പോൾ എനിക്കിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ മോൾഡ് മേടിക്കലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് മീഷോയിലും സെയിം സാധനം ഉണ്ട്, ആ ലിങ്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ ചായ കുടിക്കാനുള്ള സമയം അപ്പോൾ ചായ ഇടണം. പിന്നെ ഞാനാണ് ഇന്ന് ചായ ഇട്ടത് കേട്ടോ, എനിക്ക് ചായ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ചവർപ്പ് പോലെ തോന്നാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ, അതാണ് വേറെ കാര്യം. എനിക്ക് ചിലപ്പം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചപ്പോൾ കിട്ടിയപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇപ്പോൾ ഞാൻ നിഴലുമ കളിക്കുകയാണ്. ഇതിനെ മാറ്റിയെടുക്കണം ഗീസ്, നിഴലുമ കളിക്കാൻ പാടില്ല, പക്ഷെ ഭയങ്കര രസമാണല്ലോ. പിന്നെ പറഞ്ഞാൽ നല്ല മഴക്കുള്ള കോളുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെയും കുറച്ച് ആകാശം കണ്ടാൽ നല്ല മഴക്കുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പം ഇത് ഞാനൊരു പടുത്ത് വെച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു പെറ്റലാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ കൊടുക്കുക. ഒരു 4-5 കോംബോ വരുന്നതായിരുന്നു, 82 രൂപയുള്ളൂ കേട്ടോ, ഭയങ്കര ഓഫറാണ്. കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മൂത്തമ്മ കുറച്ച് മാങ്ങ ഒക്കെ കൊടുത്തു തന്നിട്ട് ഈ സമയമൊക്കെ ആകുമ്പോൾ മഴ ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു മഴയായിരുന്നു എന്ന് പറയും. പിന്നെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ഇടി ഉണ്ടായിരുന്നു, ജനാലൊക്കെ എന്നെ പിടിച്ച് കുലുങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും പേടിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മാങ്ങ തിന്നു. മാങ്ങ ഭയങ്കര പഴുത്ത മാങ്ങ നേരത്തെ കാണിച്ചില്ല, അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ പഴുത്ത മാങ്ങൻ്റെ ഫാനല്ല ഞാൻ, എനിക്ക് ഉപ്പും മുളകിട്ട് കഴിക്കാനാണ് ഇഷ്ടം, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തോനെ കഴിച്ചു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ക്ലീനിങ് ഉണ്ടായിരുന്നു. ഞാൻ റൂമിലേക്ക് വന്നിട്ട് വെക്കേഷൻ വർക്ക് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു കേട്ടോ, വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. തൊടാൻ പറ്റാത്ത അവസ്ഥ എന്താ വെച്ചാൽ വെക്കേഷൻ വർക്കൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് കല്യാണം ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഡ്രസ് കോഡ് പർച്ചേസ്, അങ്ങനെയുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെയാണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഈ ലാസ്റ്റ് എത്തുമ്പോൾ കല്യാണം ഉണ്ടാവും, കാരണം ഇങ്ങനെ വെക്കേഷൻ്റെ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ലാസ്റ്റ് എത്തുമ്പോഴായിരിക്കും കല്യാണം ഉണ്ടാവുക. ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. വെക്കേഷൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് നമ്മുടെ കല്യാണം. അപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ പോകും. അപ്പോൾ അതൊക്കെ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ വിരിക്കണം. ബെഡ്ഷീറ്റ്സ് വിരിച്ചില്ല കേട്ടോ, കാരണം ആ ബെഡ്ഷീറ്റ് അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഒന്ന് വിരിക്കേണ്ട വിചാരിച്ചു. ആൻഡ് പിന്നെ എനിക്ക് വെക്കേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ മൂഡ് വേണം. ഞാൻ വിരിക്കാത്തതിന് മെയിൻ റീസൺ ഇതാണ്, ഇതേപോലെ ചാടും. അപ്പോൾ പിന്നെ എനിക്ക് വിരിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോകും. ബെഡ്മൊക്കെ ഇടുന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ബെഡ്ഷീറ്റ് വിരിച്ചതൊക്കെ കൊള്ളാവൂലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വിരിച്ചില്ല. പിന്നെ എനിക്കിവിടെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു, ഒരു ട്രാൻസാക്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇതാണ് നമ്മുടെ വെക്കേഷൻ വർക്ക്, ഞാൻ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്റ്റഡി മറ്റേ എഴുതാനും ഇതിനൊക്കെ പഠിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ടേബിളാണ്. ഈ സമയത്തൊക്കെ നല്ല ഇടിയും മഴയുണ്ട്, പക്ഷേ ഇടി അങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നില്ല. സ്ട്രോങ് ആയപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എഴുതൽ നിർത്തിയാൽ. അപ്പോൾ ഇത് ഭയങ്കര പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ടാബിളുമേ. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ടാണ് പിന്നെ യൂസ് ചെയ്തത്. അതാണ് ഞാൻ ഫസ്റ്റത്തെ ക്ലിപ്പിൽ കാണിച്ചത്. ഇത് ആക്ച്വലി നല്ല ക്യൂട്ട് പിങ്കാണ്, ബേബി പിങ്ക് അല്ല, അതിൽ നല്ല ഡാർക്കല്ല ലൈറ്റും അല്ല, അത് നല്ല ബ്യൂട്ടിഫുൾ പിങ്കാണ്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ വേറെ ഇതൊരു കളറാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ആ കളറ്. അപ്പം ഈ കളറാണ്, ഈ കളർ എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ വീഡിയോയിൽ കാണുന്നത് വേറെയാണ്. അത് നാച്ചുറൽ ലൈറ്റിൽ കിട്ടുമ്പോൾ മേ ബി രസമുണ്ടാവും. ഇതിപ്പം LED ലൈറ്റും വേണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ ഗുണ്ടികയാണ്. ഇതിനെന്താ പറയുക, തൊണ്ട്, ഞങ്ങളൊരു തൊണ്ട് എന്നാണ് പറയൽ. ഗുണ്ടിക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പം ഇത് താഴെ വീണു, ദാറ്റ്സ് ഇറ്റ്. എന്തൊക്കെ ഞാൻ കാട്ടുന്നുണ്ട് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ അതിൽ കുറച്ച് പേസ് ഇട്ടിട്ടുള്ളൂ, തുടക്കത്തിൽ കുറച്ച് ആവേശം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇതിൽ കുറച്ച് പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തുടക്കത്തിൽ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പ്രകാരം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡിന് നിന്ന് ഫ്രൈഡ് റൈസും ബീഫ് ചില്ലി ആയിരുന്നു. ബീഫ് വെറൈറ്റി ചെയ്തു, അങ്ങനെ എന്തായിരുന്നു. എനിക്ക് ബീഫ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ കായം മതി എന്നൊക്കെ പറഞ്ഞെടുത്തതായിരുന്നു. പിന്നെ ഈ ബീഫിൽ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു. എനിക്ക് വലിയ ഇഷ്ടമല്ലേ ബീഫ്, അങ്ങനെ പൊരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇനി റോസ്റ്റ് ആക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, കഴിക്കൂലെന്നല്ല, എന്നാലും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ ഫുഡ് കഴിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം നെക്സ്റ്റ് സെക്ഷൻ ഈസ് സ്കിൻ കെയർ. ഞാൻ ഇപ്പോൾ കുറേ കാലമായിരിക്കും സ്കിൻ കെയർ ചെയ്തിട്ട്, ഇനിയിപ്പോൾ കല്യാണമായി തുടങ്ങിയല്ലോ, അതുകൊണ്ട് പിന്നെ ആ ഒരു ചൂടിൽ കുറച്ച് സ്കിൻ കെയർ ചെയ്തു. ഇത് എൻ്റെ ഹിമാലയത്തിൻ്റെ ഫേസ് വാഷാണ്. അത് ഞാനിപ്പോൾ മേടിച്ചത് എന്താ വെച്ചാൽ കുറച്ച്
അന്ന് എനിക്ക് ഹിമാലയൻ പറ്റൂല. അപ്പോൾ എന്നോട് ആർക്കോ ഒന്നുകൂടി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് ടെസ്റ്റ് ട്യൂബ് പോലെ. പിന്നെ എൻ്റെ സിൻഡാമേസിനും ലിപ് ബാമും കാര്യങ്ങളൊക്കെ തേച്ചു. പിന്നെ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന മാമാർത്തും പിന്നെ എനിക്ക് ഡോക്ടർ ചെയ്തുകൊണ്ട് ഫേസ് വാഷ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.